ക്ലോസ് ഫോട്ടോ ഇവിടുന്ന് കിട്ടും. നല്ല ഭംഗിയുള്ള പക്ഷിയാണ്. വെൽക്കം ടു നേച്ചേഴ്സ് കെമിസ്ട്രി. വയനാടിനോട് ചേർന്ന് നിൽക്കുന്ന കർണാടകയിലെ നാഗർഹോള കാടിൻ്റെ വിശേഷങ്ങളുമായാണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് കാലത്തെ വളരെ നേരത്തെ എൻ്റെ സ്കൂളായിട്ടുള്ള കണിയാമ്പറ്റ MRSൽ നിന്നും യാത്ര തിരിച്ച് കാട്ടിക്കുളം, അപ്പപ്പാറ, അരണപ്പാറ, തോൽപ്പെട്ടി വഴി കുട്ടയെത്തി അവിടുന്ന് നാഗർഹോള ഫോറസ്റ്റിലേക്ക് എൻ്റർ ചെയ്തു. വളരെ നേരത്തെ തന്നെ ഫോറസ്റ്റിൽ കയറി ഏതാണ്ട് 1.25 മണിക്കൂറോളം ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്ത് കൽഹട്ടി ചെക്ക് പോസ്റ്റിലാണ് എക്സിറ്റ് ചെയ്തത്. പിന്നീട് തിരിച്ച് ഞങ്ങൾ കൽഹട്ടി ചെക്ക് പോസ്റ്റ് തന്നെ എത്തി. ഇപ്പോൾ നാഗർഹോള വഴി ഇവിടെ കുട്ടയിലേക്ക് എക്സിറ്റ് ആവാൻ പോവുകയാണ്. യാത്രയിലുടനീളം നല്ല കാഴ്ചകളായിരുന്നു. ഫാമിലിയായിട്ടും അതുപോലെ സുഹൃത്തുക്കളോടൊപ്പമൊക്കെ പല പ്രാവശ്യം നാഗർഹോള സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും നല്ല കാഴ്ചകൾ ഇതിനു മുമ്പ് കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് വൈൽഡ് ആനിമൽസിൻ്റെ സൈറ്റിങ്സ് വളരെ എക്സൈറ്റഡ് ആയിരുന്നു. മടങ്ങുന്ന വഴിക്ക് ഞങ്ങളിതോടെ എക്സിറ്റ് ആവാറായി. സമയം ഏതാണ്ട് 6:50 മണിയായി. ഈ സമയത്ത് നമ്മുടെ ഇവിടെ സ്ഥിരം സാന്നിധ്യമായിട്ടുള്ള വലിയ കൊമ്പുള്ള കൊമ്പൻ റോഡ് സൈഡിലുണ്ടായിരുന്നു. തൊട്ട് മുമ്പിലുള്ള വാഹനത്തെ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചൊന്ന് നിന്നിട്ടാണ് സാവധാനം അവിടെ നിന്ന് പോകുന്നത്. പ്രധാനപ്പെട്ട കാഴ്ചകൾ നിങ്ങളുമായി ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുകയാണ്. എല്ലാവരും കാണണം. നാഗർഹോള കാട്ടിലേക്ക് പ്രവേശിക്കാനുള്ള എൻട്രൻസ് ഗേറ്റാണത്. ദൂരെ കാണുന്നത്. വണ്ടി ഇവിടെ സൈഡാക്കിയിട്ട് നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസും എത്ര ആളുണ്ട്, വണ്ടി നമ്പറും തുടങ്ങിയ വിവരങ്ങളൊക്കെ കൊടുക്കണം. ഏതാണ്ട് 1 മണിക്കൂർ 1.25 മണിക്കൂറോളം സമയം പിടിക്കും ഇതിനകത്തുകൂടി. മറ്റേ 3 ഗേറ്റ് പുറത്തുണ്ട്. നമ്മൾ HD കോട്ട വഴി പുറത്ത് ഇറങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്, ഹാൻഡ് പോസ്റ്റിലേക്ക് പോകാൻ. അപ്പോൾ നമുക്ക് വണ്ടി സൈഡാക്കിയിട്ട് വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ എൻ്റർ ചെയ്യാൻ വേണ്ടി നിർത്താം. നമ്മൾ ഗേറ്റിൻ്റെ അവിടെ നിർത്തി വണ്ടിയുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്ന അതേ സമയത്ത് അതിൻ്റെ എൻട്രി നടത്തുന്ന ആൾ കൂടി കന്നഡയിൽ എന്തൊക്കെയോ ഒച്ചമ്പകൾ ഉണ്ടാക്കി. നോക്കുമ്പോൾ നമ്മൾ കാറ് നിർത്തിയതിന് തൊട്ട് പുറകെ കൂടെയാണ് 3 വലിയ ആനകൾ ഒരു കുട്ടിയും കൂടെ റോഡ് ക്രോസ് ചെയ്ത് ഓടിപ്പോയത്. അപ്പോൾ അയാൾ പറയുകയാണ്, നമ്മൾ വണ്ടി നിർത്തിയ ആ സൈഡിൽ കൂടെയാണ് ഇത്ര സാധാരണ വരാറ്, എന്തോ ഭയത്തിന് അപ്പുറത്തോടെ പോയി എന്ന് പറഞ്ഞിട്ട് വേഗം വണ്ടി എടുത്ത് ഗേറ്റിൻ്റെ അപ്പുറത്ത് കൊണ്ടിടാൻ അയാൾ എന്തൊക്കെയോ പറയണ്ടായിരുന്നു. ഗേറ്റ് കടന്ന ഉടനെ കുറച്ച് ദൂരം, ഏതാണ്ട് 1-2 കിലോമീറ്ററൊക്കെ ഈ കാണുന്ന പോലെ ഇത്തിരി റഫ് റോഡാണ്. ഇത്തിരി കുഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ദൂരമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നല്ല റോഡാണ്. നമ്മൾ പോകുന്ന വഴിയുടെ ഓരം ചേർന്നിട്ട് കുറച്ച് ആനകൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു കുട്ടിയാന ഉണ്ടായിരുന്നത്. നല്ല മനോഹരമായ കാഴ്ചയായിരുന്നു. ഒരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് വണ്ടി നിർത്തി ക്യാമറ സൂം ചെയ്ത് കുറച്ച് വീഡിയോസും ഫോട്ടോയൊക്കെ എടുത്തു. ഈ റോഡ് നാഗർഹോളിൽ നിന്ന് ഇങ്ങോട്ടുള്ള റോഡ് 2 സ്പ്ലിറ്റ് ചെയ്യാണ്. റൈറ്റിലേക്ക് പോകണമെങ്കിൽ HD കോട്ട, നേരെ പോകണമെങ്കിൽ ഹുൻസൂറാണ്. അപ്പോൾ ഞാൻ HD കോട്ട ഗേറ്റിലാണ് പോകണമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ HD കോട്ടയിലേക്ക് തിരിക്കുകയാണ്. ജൂൺ മാസത്തിൽ അത്യാവശ്യം മഴ കിട്ടുന്നുണ്ടേ. കാടിങ്ങനെ പച്ചപ്പുകൊണ്ട് നിറഞ്ഞു നിൽക്കുക. നല്ല സുന്ദരമായ കാഴ്ചയാണ്. വളരെ റിലാക്സ്ഡ് ആയിട്ട് നമ്മളിവിടെ പോകാം. ധാരാളം വൈൽഡ് ആനിമൽസിൻ്റെ സൈറ്റിംഗ് ഉണ്ടാകുന്ന ഒരു കാട് കൂടിയാണത്. പോകുന്ന വഴിക്കാണ് 3 മാനുകൾ, സ്പോട്ടഡ് ഡിയർ എന്ന് വിളിക്കുന്ന 3 പുള്ളിമാനുകൾ തമ്മിൽ കൊമ്പ് കോർത്ത് ഫൈറ്റ് ചെയ്യുന്ന ഒരു സീൻ കൂടി കണ്ടത്. ഇതൊരു ഈഗോ പ്രശ്നമാണെന്ന് തോന്നുന്നു. കുറച്ചു നേരം ആ കാഴ്ചയെ കണ്ട് വീഡിയോ കൊടുത്ത് ഞങ്ങൾ പിന്നെ അവിടുന്ന് നീങ്ങി. സാധാരണ കാടുകളിൽ പുള്ളിമാന് പുറമെ കൂരമാൻ, അതുപോലെ തന്നെ സാമ്പാർ ഡിയർ, ബാർക്കിംഗ് ഡിയർ ഇവരൊക്കെ കാണാറുണ്ട്. നിറയെ പുള്ളിമാനാണ് പൊതുവേ ഉണ്ടാവാറ്. പ്രത്യേകിച്ച് നാഗർഹോള കാട്ടിൽ കൂടെ പോകുമ്പോൾ ഒരുപാട് പുള്ളിമാനെ നമുക്ക് തൊട്ടരികെ തന്നെ സൈറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ കടുവയുടെ പുലിയുടെയൊക്കെ സാന്നിധ്യം ഇവ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് ഒരു പ്രത്യേകതരം ഒരു അലേർട്ട് കാൾ, ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാറുണ്ട്. ഭയങ്കര അലേർട്ടായിരിക്കും. നമ്മൾ സഫാരിക്ക് പോകുമ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. മാനുകളുടെ കാഴ്ച കണ്ടു തീർന്നപ്പോഴേക്കും ഇതാ വഴിയുടെ തൊട്ടരികിൽ 2 ആനകൾ നിൽക്കും. അത് തൊട്ടരികിലായതുകൊണ്ട് അവയ്ക്കൊരു പ്രത്യേക ശല്യമൊന്നും ഉണ്ടാവാതെ, ഡിസ്റ്റർബ് ചെയ്യാതെ ഞങ്ങൾ വേഗം കാർ ഓടിച്ചു പോയി. മരത്തിൻ്റെ മുകളിൽ ക്രസ്റ്റഡ് സെർപ്പൻ്റ് ഈഗിൾ എന്ന് പറയുന്ന പേരുള്ളൊരു ഈഗിൾ ഇരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള പക്ഷിയാണ് കാണാൻ. കാട്ടിൽ പോകുമ്പോൾ സാധാരണ കിട്ടാറുണ്ട്. ഒരു ക്ലോസ് ഫോട്ടോ ഇവിടുന്ന് കിട്ടും. നല്ല ഭംഗിയുള്ള ഫോട്ടോ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതനങ്ങാതെ നല്ല ഷാർപ്പായി ഇവിടെ തന്നെ നോക്കിയിരിക്കുകയാണ്. കണ്ടില്ലേ, പടം ഷാർപ്പായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പക്ഷിയാണ്.
യാത്രയിൽ പിന്നീട് കാട്ടുപോത്തുകളെയും അതുപോലെ തന്നെ ഹനുമാൻപുരങ്ങളെയും മറ്റ് പല വെറൈറ്റി ഓഫ് ബേഡ്സിനെയൊക്കെ കാണാൻ പറ്റിയെങ്കിലും പലപ്പോഴും അതൊന്നും ഷൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊന്നും ഉൾപ്പെടുത്താനും കഴിഞ്ഞില്ല. കലഹാട്ടി ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇറങ്ങിയ ഉടനെ നമുക്ക് കാണാൻ പറ്റുന്നത് കർണാടകയിലെ എല്ലാ സ്ഥലത്തും കാണുന്ന പോലെ നോക്കത്താ ദൂരത്തോളമുള്ള വൈവിധ്യമാർന്ന കൃഷിയിടങ്ങളാണ്. പച്ച വിരിച്ച് നിൽക്കുന്ന നമ്മളിവിടെ നെൽപ്പാടം പോലെ തോന്നും. പലതരത്തിൽപ്പെട്ട കൃഷികളാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക. രാവിലെ വളരെ നേരത്തെ തന്നെ സ്കൂളിൻ്റെ ക്വാർട്ടേഴ്സിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഭക്ഷണസാധനങ്ങൾ നേരത്തെ ഉണ്ടാക്കിയത് ഞങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇറങ്ങി ഉടൻ തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള കാര്യങ്ങളാണ് നോക്കിയത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷം ഞങ്ങൾ പിന്നെ വേഗം അടുത്തുള്ള താരക ഡാമിലേക്കാണ് പോയത്. അവിടെ നമുക്ക് ആ ഡാമിൽ നിന്ന് പിടിക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള മീൻ അവിടെ കുക്ക് ചെയ്ത് കിട്ടും. അതിൻ്റെ രുചിയെല്ലാം അറിഞ്ഞ് പിന്നീട് കബനി ബാക്ക് വാട്ടേഴ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കർണാടകയിലെ ചില ഗ്രാമപ്രദേശങ്ങളിലേക്കാണ് പോയത്. പിന്നീട് തിരിച്ച് ഇതേ വഴി തന്നെ നാഗർഹോള കയറി കുട്ട വഴി പുറത്തു വന്ന് വൈകിട്ട് വയനാട്ടിലേക്ക് തിരിച്ചു. കബനിയും താരക ഡാമും അതിൻ്റെ വിശേഷങ്ങളുമായി അടുത്തു തന്നെ കാണാം. നന്ദി, നമസ്കാരം.